ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്തേക്ക് സാവി ഹെർണാണ്ടസും പെപ് ഗാർഡിയോളും അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ഇരുവരുടെയും പേരിൽ ഇമെയിൽ വന്നിരുന്നു. അത് വ്യാജമാണെന്ന് തെളിഞ്ഞെന്ന് AIFF വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അപേക്ഷ നൽകിയെന്ന വാർത്തകൾ സാവി നിഷേധിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, സാവിയെപ്പോലെ ഒരാൾ അല്ലെങ്കിൽ പെപ് ഗാർഡിയെപ്പോലെ ഒരാൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ പരിശീലിപ്പിക്കാൻ വരികയോ എന്നൊരു ആശ്ചര്യം നേരത്തെ തന്നെ ഫുട്ബോൾ പ്രേമികളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് അങ്ങനെ ഒരു മെയിൽ അയച്ചു എന്നുള്ള കാര്യത്തിൽ സാവി നേരത്തെ നിഷേധിച്ചതുമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് പേരുടെയും പേരിൽ ഇങ്ങനെ ഒരു ഇമെയിൽ വന്നതെന്നാണ് ഇപ്പോൾ AIFF പറയുന്നത്? സൈഫു പറഞ്ഞതുപോലെ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരാരും മാറിയിട്ടുണ്ടാവില്ല. കാരണം ഇന്ത്യൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ സാവി ഹെർണാണ്ടസും പെപ് ഗാർഡിയോളയുടെ പേര് ഇപ്പോഴാണ് വീണ്ടും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വാർത്താക്കുറിപ്പിലാണ് ആ പേര് പുറത്തേക്ക് വരുന്നത്. പക്ഷേ സാവി ഹെർണാണ്ടസിൻ്റെ പേര് നേരത്തെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിഗണിച്ചിരുന്നു. പക്ഷേ വലിയ സാമ്പത്തിക ഒരു ആവശ്യം വരും, അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താനാകില്ല, അദ്ദേഹത്തെ ക്ഷണിക്കാനാവില്ല എന്ന നിലപാടെടുത്തു എന്ന് ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയുമായിരുന്നു. അതിനുശേഷം സാവി തന്നെ അത് നിഷേധിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഫാബ്രിയാസോ റൊമാനോ അടക്കമുള്ള വലിയ അന്തർദേശീയ തലത്തിൽ ഫുട്ബോളിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും അത് അങ്ങനെ ഒരു കുറിപ്പിടേണ്ടി വന്നു. ഇപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപാണ് പുറത്തിറക്കിയത്. അതിൽ കൃത്യമായി പറയുന്നു, സ്പാനിഷ് പരിശീലകരായ പെപ് ഗാർഡിയോള, സാവി ഹെർണാണ്ടസ് എന്നിവരിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് AIFF-ന് ഒരു ഇമെയിൽ ലഭിച്ചിരുന്നു. അവരുടെ അപേക്ഷയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഇമെയിൽ അപേക്ഷകൾ യഥാർത്ഥമല്ലെന്ന് ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു. ഇത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു വാർത്താക്കുറിപ്പിലൂടെ സ്ഥിരീകരിച്ചത്. അതോടെ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണത വരികയാണ്. ഈ ചർച്ചകൾക്ക് കൂടുതൽ ഇടം നൽകേണ്ടതില്ല എന്ന് AIFF തീരുമാനിക്കുകയാണ്. എന്തായാലും നിലവിൽ രണ്ട് പേരുകളാണ് AIFF-ന് മുന്നിലുള്ളത് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക്. ഒന്ന് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനാണ്. അദ്ദേഹം 2004-05 സീസണിൽ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2014 അദ്ദേഹം ഇന്ത്യയുടെ പരിശീലകനായി വന്നിരുന്നു. ഇന്ത്യയെ ആദ്യ 100-ലെത്തിക്കാൻ ആദ്യമായി എത്തിച്ച പരിശീലകൻ കൂടിയാണ്. മറ്റൊന്ന് ഖാലിദ് ജമീലാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ അറ്റ്മോസ്ഫിയർ വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരിലേക്ക് ഏതെങ്കിലും ഒന്നിൽ എത്തും. എന്തായാലും സാവിയില്ല, പെപ് ഗാർഡിയോളയെ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ഞെട്ടൽ വിട്ടുമാറാം. അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല സൈഫു. ശരി മഹേഷ്.